കഴിഞ്ഞ ദിവസം മണ്ണുത്തിയിലെ കോൺഗ്രസ് ഓഫീസിൽ മദ്യപിച്ച് രണ്ടുപേർ നൃത്തം ചെയ്യുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. ആ ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചതിന് യൂത്ത് കോൺഗ്രസിൻ്റെ നിയോജകമണ്ഡലം സെക്രട്ടറി, ഒല്ലൂർ നിയോജകമണ്ഡലം സെക്രട്ടറി ടിറ്റോ തോമസിനെതിരെ നടപടി ചെയ്തു. ടിറ്റോ ആണ് നമ്മോടൊപ്പം ഉള്ളത്. ടിറ്റോ, അവർ പറയുന്നത് നിങ്ങൾ ആണ് മൊത്തത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്, ഈ മദ്യപാന സദസ്സടക്കം നടത്തുന്നതിന് പ്രധാനപ്പെട്ട പങ്ക് നിങ്ങൾക്കാണ് എന്നാണ് അവർ പറയുന്നത്. അതിലെന്തെങ്കിലും വസ്തുതയുണ്ടോ? നിലവിൽ മണ്ണുത്തി മണ്ഡലം പ്രസിഡന്റായ എം.ഇ. മുത്തു തങ്ങൾ കാലങ്ങളായി ഇവിടെ മദ്യം സേവ ചെയ്യാറുണ്ട്. അതൊരു എല്ലാ പ്രവർത്തകർക്കും അറിയാവുന്നൊരു വസ്തുതയാണ്. ഒരു പരിപാടി KPCCയുടെ ആഹ്വാനപ്രകാരമോ അല്ലെങ്കിൽ DCCയുടെ ആഹ്വാനപ്രകാരം അല്ലെങ്കിൽ മണ്ഡലം കമ്മിറ്റിക്ക് തരുന്ന പ്രോഗ്രാം കഴിയുമ്പോൾ നോർമൽ എല്ലാ മണ്ഡലം ഓഫീസുകളിലും ചെയ്യാത്തൊരു പ്രക്രിയ ഇവിടെ ചെയ്തു വരുന്നുണ്ട്, കാലങ്ങളായിട്ട് ചെയ്തു വരുന്നുണ്ട്. അതായത് മദ്യം വാങ്ങിച്ചു കൊടുക്കും. മദ്യം വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ആൾക്കാർ വരും. 6 മണി കഴിയുമ്പോൾ പരിപാടി വെച്ചാൽ ആൾക്കാർ വരും. അത് നമുക്ക് വാങ്ങിച്ചു കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ നിലവിൽ പാർട്ടി ഓഫീസിൻ്റെ ആ ചുറ്റുവട്ടത്തിൽ ഇരുന്നിട്ടാണ് ഈ സംഭവങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മദ്യപിക്കാത്ത ആൾക്കാരുണ്ടാവും, സ്ത്രീകളുണ്ടാവും. ഇവർ അതിൽ കൂടെ പാസ് ചെയ്യുന്നതാണ്. ആ മണ്ഡലം കമ്മിറ്റി ഓഫീസ് തന്നെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. അതൊരു വസ്തുത. അപ്പോൾ ഇവർ മദ്യപിക്കുന്നതിന് മുമ്പും മദ്യപിച്ചതിന് ശേഷമുള്ള ഒരു രീതി ഉണ്ടല്ലോ, അത് വളരെയധികം. അന്ന് എന്താണ്ടായത്? ഈ തെരഞ്ഞെടുപ്പിന്റെ ആഘോഷം കഴിഞ്ഞിട്ട് പാർട്ടി ജയിച്ചു, സ്വാഭാവികമായിട്ട് വിജയാഘോഷമായിരുന്നു. അതെങ്ങനെ പാർട്ടി ഓഫീസിന്റെ ഉള്ളിലേക്ക് എത്തിയത്? ഇങ്ങനെ ഒരു മദ്യപിച്ച് നൃത്തം ചെയ്യുന്ന സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എം.ഇ. മുത്തു ഇവിടെ മുത്തുക്ക എന്ന് പറഞ്ഞ വ്യക്തി ഇവിടെ സ്ഥാനാർത്ഥി 14ാം ഡിവിഷനിലെ സ്ഥാനാർത്ഥിയായിട്ട് നിന്നിരുന്നു. അദ്ദേഹം 13 വോട്ടിനാണ് പരാജയപ്പെട്ടത്. ഈ സംഭവം നടന്നിട്ടുള്ളത് സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ഈ ഞായറാഴ്ചയായിരുന്നു പരിപാടി. അതായത് ഞായറാഴ്ച ഇവർ മദ്യപിച്ചിട്ട്, അതായത് ഇവർ പിരിവുകൾ, ഇപ്പോൾ ഗൃഹസന്ദർശനം പിരിവുകളും ആയി ബന്ധപ്പെട്ട്, അതുപോലെ തന്നെ ഇവർ ഗുണ്ടാപിരിവ് പോലെ നടത്തിയിട്ട് കുറച്ച് മണ്ണ് മാഫിയയുടെ ആൾക്കാരുണ്ട്. സത്യസന്ധമായിട്ട് പറയാമല്ലോ, മണ്ണ് മാഫിയയുടെ ആൾക്കാർ അവിടെ നിന്നൊക്കെ പിരിവുകൾ നടത്തിയിട്ട് ഇതെല്ലാം മണ്ഡലം കമ്മിറ്റി ഓഫീസ് പ്രസിഡന്റ് എം.ഇ. മുത്തു തങ്ങൾ അറിയുന്നില്ല എന്ന് നടിക്കുന്നെങ്കിലും ആൾക്ക് വ്യക്തമായിട്ടുള്ള അറിവുണ്ട്. അതിവിടെയുള്ള മണ്ണുത്തി ചുറ്റളവിലും നമ്മുടെ തൃശ്ശൂർ നിയോജകമണ്ഡലത്തിലും എല്ലാവർക്കും അറിയാവുന്നൊരു സത്യമാണ്. അന്നെന്താ സംഭവിച്ചത്? ഇത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള സമയത്തല്ലേ ഇത് നടന്നത്? തെരഞ്ഞെടുപ്പിന് ശേഷമാണ് അത്. ഞാൻ എല്ലാ മീഡിയാസ് ചാനലിലെടുത്തും ഞാൻ കമൻറ്റ് ബോക്സിൽ ഞാൻ ഷെയർ ചെയ്തിരുന്നു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഉള്ള വീഡിയോസാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. തെരഞ്ഞെടുപ്പിന് മുമ്പല്ല, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടുമല്ല. തെരഞ്ഞെടുപ്പിന് മുമ്പ് ആണെങ്കിൽ വിജയാഘോഷമായിരുന്നു അത്. ഇല്ല, മുത്തുക്ക ഓൾറെഡി തോറ്റു, 13 വോട്ടിന് തോറ്റ വ്യക്തിയാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പിന് നമ്മൾ ചിന്തിക്കാമല്ലോ, നോർമലി അതിൻ്റെ ആഘോഷമല്ല. എന്നും അവിടെ പാട്ട് വയ്ക്കും, ഡാൻസ് കളിക്കും, ആരെയിലൊക്കെ അങ്ങനത്തെ കലാപരിപാടി. രണ്ടുപേർ മദ്യപിച്ചിട്ടുള്ള അതെങ്ങനെ ദൃശ്യങ്ങൾ പ്രചരിച്ച് അങ്ങനെ നിങ്ങൾക്ക് ആ ദൃശ്യങ്ങളിൽ മനസ്സിലാവാം. അന്ന് ആ ദിവസമല്ല, ഞാൻ ജനുവരി 10 മുതൽ സ്ഥലത്തില്ല. എം.ഇ. മുത്തുവിനെ തോൽപ്പിച്ചത് ഞാൻ എന്നൊരു വ്യക്തി 13 വോട്ടിന് BJPയുടെ നിന്ന് പൈസ വാങ്ങിച്ചു, LDFിൻ്റെ നിന്ന് പൈസ വാങ്ങിച്ചു, ഇവിടെ ഗുണ്ടാപിരിവ് നടത്തി, അവിടെ ഇവിടെയും പൈസ കൊടുക്കാണ്ടില്ല എന്നൊക്കെ ഉള്ള പ്രചരണങ്ങൾ വന്നു. അതിന് തെളിവുകൾ എടുത്തോട്ട് വന്നോട്ടെ. ഒരു ഫോർ എക്സാമ്പിൾ, ഐസ്ക്രീമിൻ്റെ പൈസ കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. എൻ്റെ ഫോൺ ഓഫ് ആയതുകൊണ്ടാണ്. അതൊരു വസ്തുതയാണ്. അതിൻ്റെ 300 രൂപ എൻ്റെ അനിയൻ പിറ്റേ ദിവസം തിരിച്ചു കൊടുത്തു. അവൻ എൻ്റെ കോളറിന് കയറി പിടിച്ചു. ഞാൻ അവനോട് പറഞ്ഞു, നിൻ്റെ പൈസ ഞാൻ തരാം, നിൻ്റെ കഴിവണി. എൻ്റെ കോളറിന് കയറി പിടിച്ചപ്പോൾ ഞാൻ ഓട്ടോമാറ്റിക് പറഞ്ഞു, കഴിവണെങ്കിൽ വാങ്ങിച്ചോളാൻ പറഞ്ഞു. നമ്മുടെ കോളറിന് കയറി പിടിക്കുക എൻ്റെ ഇടവകയാണ്. അപ്പോൾ ആരും മര്യാദ കാണിച്ചിട്ട് എല്ലാവരും ചുറ്റുപാട് നിൽക്കുക. അന്നേരം പറഞ്ഞാണ്. എന്നിട്ട് എൻ്റെ അനിയൻ വന്നിട്ട് ആ പൈസ കൊടുത്തിട്ട് പരിപാടി വെച്ചു. ഇതുപോലെ നേർച്ച കൊണ്ടുവരുമ്പോൾ പൈസ എടുത്ത് ഓടിയെന്നൊക്കെ പറയണേ. ഓടിയതല്ല, നേർച്ചയിൽ ഉണ്ണിയപ്പം ഇരിക്കണ്ടായിരുന്നു. ഉണ്ണിയപ്പം കഴിക്കാൻ തോന്നി. നമ്മൾ ക്വൈറ്റ് നാച്ചുറൽ മുത്തുമ്പോൾ ഒരു ഉണ്ണിയപ്പത്തിൻ്റെ കഷ്ണം കഴിക്കും, പെരുന്നാളാണ്. അതെടുക്കുമ്പോൾ അതിലൊരു നോട്ട് വീണു. അതിനാണ് ഇവർ പറയണേ. അത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാഷ്ട്രീയപരമായിട്ട് കുറേ കാര്യങ്ങളുണ്ട്. അതിലുപരി ഞാൻ വേറെ കാര്യം പറയാം. മണ്ണുത്തി മണ്ഡലത്തിൽ ഈ പരിപാടിയുടെ കാര്യം പറയാം, സാറ് ചോദിച്ചതിൻ്റെ കാര്യം പറയാം. ഈ ദിവസം ഞാൻ അന്നേരം അവിടെ പാർട്ടി ഓഫീസിലില്ല. എനിക്ക് അവിടെ നിന്ന് ആദ്യം കൂടെ പാസ് ചെയ്യുന്ന ഒരു വ്യക്തി വീഡിയോ എടുത്തിട്ട് അയച്ചു തന്നതാണ്. ഞാൻ അന്ന് വേളാങ്കണ്ണിയായിരുന്നു. അതിനുള്ള റിപ്പോർട്ട് ഞാൻ കാണിച്ചു തരാം, സാറിന് ഷെയർ ചെയ്ത് തരാം. പ്രചരിപ്പിച്ചത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ മുത്തുക്ക എന്നെ പാർട്ടി ഓഫീസിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ, മുത്തുക്കാനെ തോൽപ്പിക്കാൻ വേണ്ടി ഞാൻ വർക്ക് ചെയ്തു എന്നാണ് പറഞ്ഞു നടക്കുന്നത്. ഓട്ടോമാറ്റിക് ഞാനും മുത്തുക്കയുടെ ശത്രുവായി. ആ ദിവസം വരെ ഞാൻ ആത്മാർത്ഥമായിട്ട് രാവും പകലും അദ്ദേഹത്തിന് വേണ്ടി വർക്ക് ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണ്. അതിവിടെ എല്ലാവർക്കും അറിയാം. ഞാൻ ചോദിക്കുന്നത്, അന്ന് മദ്യം വിളമ്പിയ കോൺഗ്രസ് ഓഫീസിൽ വെച്ചിട്ടാണോ? കോൺഗ്രസ് ഓഫീസിൽ വെച്ചിട്ടാണ് എല്ലാ ദിവസവും മദ്യം വാങ്ങുന്നത്. അവിടെ നിന്ന് ബീവറേജിൽ നിന്ന് വാങ്ങിക്കും, ഇവിടെ വന്നിരുന്ന് കഴിക്കും. അവിടെ കഴിച്ച് ഒരു 10 മണിക്ക് ആകുമ്പോൾ പിന്നെ തിക്കും തിരക്കാവും. ഇതെല്ലാം ഞാൻ ചോദിക്കുന്നത്, കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ ഇരിക്കുന്നു, ഗാന്ധിയുടെ ചിത്രത്തിന് താഴെയാണ് ഇത്തരത്തിൽ. അതൊരു വല്ലാത്ത തോതിലൊരു വിഷയം. അഡ്വക്കേറ്റ് കെ രാജൻ, റവന്യൂ മിനിസ്റ്ററിന്റെ തൊട്ടപ്പുറത്ത് ഓഫീസുണ്ട്. ആ ചായവ് നിങ്ങൾക്ക് ഞാൻ വീഡിയോ എടുത്തു തരാം. ആ ഗ്യാപ്പിൽ നിന്നിട്ട് മദ്യപിച്ചിട്ട് നേരെ പാർട്ടി ഓഫീസിൽ കയറും. എം.ഇ. മുത്തു തങ്ങൾ അവിടെ
ആ ചെയറിൽ ഇരിപ്പുണ്ടാവും. ഏത് ഈ പറയുന്ന ഫ്ലക്സ് ബോർഡിൻ്റെ അടിയിൽ ഇരിപ്പുണ്ടാവും. ആളൊന്നും അറിയാത്ത മട്ടിലിരിക്കുന്നതല്ല, ആളെന്തെങ്കിലും ആയിക്കോട്ടെ, ഉള്ളിൽ പരിപാടി നടത്തില്ല. അത് എല്ലാ പിന്നെ പാട്ടും കൂത്തും വയ്ക്കുന്നത്, പിന്നെ ഡാൻസ് കളിക്കുന്നത് ഒന്നും വേണ്ട. മണ്ണുത്തി പാർട്ടി ഓഫീസിൽ മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ നിന്ന് വരെ എഴുതിയിട്ടില്ല. മാസം 12,000 രൂപ അവിടെ കളക്ഷൻ വാങ്ങുന്നുണ്ട്. മുകളിൽ ഒരു ഹോട്ടൽക്കാരെ ജീവനക്കാരുണ്ട്. ഈ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇനിയിപ്പോൾ പരാതി കൊടുക്കാനുള്ള തീരുമാനത്തിലേക്കല്ലേ പോകുന്നത്? എങ്ങനെയാണ്? തീർച്ചയായിട്ടും. കാരണം എന്നെ അപകീർത്തിപ്പെടുത്തിക്കൊണ്ട് 5 പേരുടെ ഉപ്പ് 6 പേരുടെ ഉപ്പ് കൊണ്ട് ഇവിടെ എന്നെ, സത്യം പറയാനുള്ളൂ, ഞാൻ മാരീഡല്ല, എൻ്റെ അനിയൻ മാരീഡാണ്. അതുകൊണ്ട് ഞാൻ പറയാം, ഈ അവസ്ഥയിൽ നിങ്ങളൊന്ന് ആലോചിക്കാം. ഈ കാലഘട്ടത്തിൽ പെണ്ണ് കിട്ടണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ, രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ തന്നെ ഈ ന്യൂജനിലെ പെണ്ണുങ്ങൾക്ക് തന്നെ താല്പര്യമില്ല, വീട്ടുകാർക്കും താല്പര്യമില്ല. ആ കാലഘട്ടത്തിൽ കൂടെ പോകുമ്പോൾ മദ്യപാനി, അതായത് ഞാൻ അന്ന് സംഭവ സ്ഥലത്തില്ല, എന്നിട്ട് ആ മദ്യപാനികളുടെ കൂടെ എൻ്റെ പേരും ഇൻക്ലൂഡ് ചെയ്തു. ഞാൻ ഒരേ ഒരു തെറ്റ് ചെയ്തിട്ടുള്ളൂ. കോൺഗ്രസ് ലീഡേഴ്സിനെ ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു. പാണഞ്ചേരി ബ്ലോക്ക് പ്രസിഡന്റ് വിജയകുമാർ സാറിനെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, KC അഭിലാഷ് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ മേലധികാരികളെ എല്ലാവരും അറിയിച്ചിട്ടുണ്ട്. ഇവർ ഈ തിരക്ക് കൊണ്ടായിരിക്കാം, ഇലക്ഷൻ്റെ പ്രചരണം തിരക്ക് കൊണ്ടായിരിക്കാം അവർ ചിലപ്പോൾ വിട്ടുപോയി കാണും, ചെറുതായിട്ട് എടുത്തിട്ടുണ്ടാവും. നോർമൽ എല്ലാ മണ്ഡലത്തിലും പരാതി കൊടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഞാൻ പരാതി കൊടുക്കും. പരാതി കൊടുക്കാതിരുന്നില്ലെങ്കിൽ എന്നെ പുറത്താക്കിയതല്ല അല്ലെങ്കിൽ വിഷമം. എത്ര ആത്മാർത്ഥത കാണിച്ചിട്ടും നമ്മളോട് 1% തിരിച്ച് കാണിക്കുന്നില്ല. പാർട്ടിയല്ല, പാർട്ടി എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. ഞാൻ പാർട്ടി മാറാൻ തയ്യാറല്ല. ഇപ്പോഴും പാർട്ടിയോട് സ്നേഹമുണ്ട്. ആ സ്നേഹത്തിൽ ഞാൻ നിലനിൽക്കും. തീർച്ചയായും അതാണ് ടിറ്റോയ്ക്ക് പറയാനുള്ളത്. കോൺഗ്രസ് ഓഫീസ് കേന്ദ്രീകരിച്ച് മദ്യപാനം, അതിന് തൊട്ടപ്പുറത്ത് മദ്യപാനമാണ് എന്നാണ് ഗുരുതരമായ ആക്ഷേപമുള്ളത്. പരാതി നൽകുമെന്നും ടിറ്റോ വ്യക്തമാക്കുന്നുണ്ട്. ശ്രീകുമാരൻ, 24 തൃശ്ശൂർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.